എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലോകം കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നുള്ളത് ഞങ്ങളുടെ വയനാട് ചുരം കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല മഴക്കാർ ചുരത്തിൽ കാണുന്നുണ്ട്. ഇതാ ഞങ്ങൾ 9 വളവാണ്. ഇത് 1ാമത്തെ വളവാണിത്. അങ്ങനെ 9 ഹെയർ പിന്നാണുള്ളത് വയനാട്ടിലെത്താൻ. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. 1 ഇത് 2 രണ്ടാമത്തെയാണ് ഇത് കയറുന്നത്. അത്യാവശ്യം ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച എല്ലാവരും കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്ന വയനാട്ടിൽ 3ാമത്തെ വളവിലെത്തി പോണ സമയമാണ്. ഈ വളവിലൊക്കെ അത്യാവശ്യം നല്ല വീതി ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ വണ്ടികൾ പോകുന്നുണ്ട്. ചില സമയത്ത് ഒരുപാട് സമയം നിൽക്കുന്നുണ്ട്. ചില സ്ഥലത്ത് വീതി കുറവുള്ളതുകൊണ്ടാണ്. അത് 4 കഴിഞ്ഞ് 5ാമത്തെ ആയിട്ടുണ്ട്. സംഗതി 13 കിലോമീറ്ററാണ്. പക്ഷേ ചില ദിവസങ്ങൾ ഒരുപാട് സമയം പോവുകയാണ്, നമുക്ക് വൈകാറുണ്ട്. വയനാട് വരികയാണെങ്കിൽ വരാനുള്ള ഒരു വഴി ഇതാണ്. വയനാട്ടിലേക്ക് എത്താൻ പല മാർഗങ്ങളുണ്ട്. ഒന്ന് താമരശ്ശേരി ചുരം കയറി വരാം, ഒന്ന് തമിഴ്നാട് അങ്ങനെ ഏറ്റവും ഡേഞ്ചറായ 8ാമത്തെ വളവിലേക്ക് എത്തി. ഒന്ന് കുറ്റ്യാടി ചുരം കയറി വരാം, ഒന്ന് അത്യാവശ്യം രക്ഷപ്പെട്ടു, ഒന്ന് പാൽച്ചുരം കയറി വരാം. അങ്ങനെ ഇനി 5 വഴി. അതോടൊപ്പം കർണാടകയിൽ നിന്ന് വരാം, ഫോറസ്റ്റ് വഴി വരാം. അങ്ങനെ 6 വഴി വയനാട്ടിലെത്താനുള്ളതാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. വയനാട് ചുരത്തിലെ 13 കിലോമീറ്ററിൽ 9 ഹെയർ പിന്നാണ്. 9ാമത്തെ ഹെയർ പിന്നാണിത്. ഇത് കഴിഞ്ഞാൽ വയനാട്ടിലേക്ക് എത്തുകയായി. 9ാമത്തെ ഹെയർ പിന്നാണിത്. ആകെ 13 കിലോമീറ്ററേ ഉള്ളൂ. അതിൽ 9 ഹെയർ പിൻ ബെൻഡാണുള്ളത്. ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് കയറേണ്ടതാണ്. പല ദിവസങ്ങളും 4-5 മണിക്കൂർ നേരം കയറേണ്ടി വരികയാണ്. വാഹന ബാഹുല്യം, വലിയ വലിയ വളവുകളൊക്കെ വലിയ വലിയ ട്രക്കുകൾ വന്ന് കുടുങ്ങുന്നതുകൊണ്ടാണ് ഈ തടസ്സം വരുന്നത്. ഇത് ശരിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഇത് ഒഴിവാക്കി വിടാവുന്നതാണ്. എല്ലാ സമയവും ഇവിടെ എല്ലാ ടേണിങ്ങിലും ആളെ നിർത്തുകയാണെങ്കിൽ യാത്ര സുഗമമാക്കാൻ പറ്റും. ഇപ്പം തന്നെ കണ്ട ഒരു കാഴ്ച, ഒരു ആംബുലൻസ് പോകാൻ പറ്റാതെ ഈ വാഹനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു കാഴ്ച കണ്ടു. ഒരു ജീവനാണ് അതിൽ കടന്ന് പിടയ്ക്കുന്നത്. അധികൃതർ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിയും. യാത്രക്കാർക്ക് സമയത്ത് എത്താൻ കഴിയും. യാത്രക്കാരുടെ ശ്രദ്ധയിലെത്തുന്നവരെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുമല്ലോ എൻ്റെ വീഡിയോ. വയനാട് ചുരം കണ്ടുപിടിച്ച കരിന്തണ്ടൻ്റെ പ്രതിമയാണ് ആയിരിക്കും.